അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ നെക്സോണിൻ്റെ നമ്മുടെ ബേസ് വേരിയൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സോൺ EVൻ്റെ ബേസ് വേരിയൻറ്റും ഒരു മിഡ് വേരിയൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഹെഡ് ലാമ്പാണ്. ഹെഡ് ലാമ്പിൽ സെയിം ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള സെയിം ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. മിഡ് വേരിയന്റിൽ ഇൻഡിക്കേറ്റേഴ്സും ഈ DRLs തന്നെയാണ് വരുന്നത്. പക്ഷേ ബേസ് വേരിയന്റിൽ മിഡ് വേരിയന്റിൽ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്ന ഭാഗത്തായിട്ടാണ് ബേസ് വേരിയന്റിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡ് വേരിയന്റിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, പക്ഷേ ബേസ് വേരിയന്റിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. ആ ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രില്ലിലും ബാക്കി കാര്യങ്ങളിലും ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ക്രോമിയം ഫിനിഷിങ് നമ്മുടെ മിഡ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബേസ് വേരിയന്റിൽ ഒരു ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ മാറ്റങ്ങൾ മാത്രമാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനിയും സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ അലോയ് വീലാണ്. അലോയ് വീൽ ഒരു 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമ്മുടെ മിഡ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റിൽ അലോയ് വീൽ വരുന്നില്ല, ഒരു ഡ്രം വീൽ തന്നെയാണ്. 16 ഇഞ്ച് തന്നെയാണ് ടയർ വരുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയന്റിൽ ഒരു ബ്ലാക്ക് കളർ ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മിഡ് വേരിയന്റിൽ ബോഡി കളർ ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വലിയ മാറ്റം എന്ന് പറയുന്നത് മിററുകളിലാണ്. രണ്ട് വാഹനത്തിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള മിററുകളാണ് വരുന്നത്. മിഡ് വേരിയന്റിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള മിററുകളാണ് വരുന്നത്. ബേസ് വേരിയന്റിൽ നോർമൽ ഒരു മാറ്റ് ഫിനിഷ് മിററുകളാണ് വരുന്നത്. ഇലക്ട്രിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് രണ്ട് വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മിഡ് റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. ബേസ് വേരിയന്റിൽ മിററുകൾ മാനുവലായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റൂഫിലേക്ക് വരികയാണെങ്കിൽ ഡ്യുവൽ ടൂൺ കളറാണ് മിഡ് വേരിയന്റിൽ നെക്സോൺ EVക്ക് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റിൽ ഡ്യുവൽ ടൂൺ കളറല്ല, വൈറ്റ് കളറിൽ തന്നെയാണ് റൂഫ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫിൽ കൊടുത്തിരിക്കുന്ന ആന്റിന ഒരു നോർമൽ ആന്റിനയാണ് ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. മിഡ് വേരിയന്റിലാണെങ്കിൽ ഒരു ഷാർക്ക് ഫിൻ ആന്റിനയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡോർ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ക്രാച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് വാഹനത്തിലും ആ ഒരു ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ വന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ ബേസ് മോഡലിൽ വൈപ്പർ വരുന്നില്ല. അതുപോലെ നമ്മുടെ ഈ മിഡ് വേരിയന്റിൽ ഡിഫോഗറും അതുപോലെ വൈപ്പേഴ്സും എല്ലാം തന്നെ വരുന്നുണ്ട്. ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും മിഡ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ നമ്മുടെ ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടില്ല. പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. നമുക്ക് ഈ വാഹനത്തിലും പാർക്കിംഗ് സെൻസേഴ്സും ഉണ്ട്, റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മാറ്റം എന്ന് പറയാൻ പറ്റുന്നത് ഈ റിഫ്ലക്ടറാണ്. ഈ റിഫ്ലക്ടറിന് ചുറ്റുമുള്ള ഒരു ചെറിയ ഒരു ബാഡ്ജിങ്, ഒരു ബ്ലൂ കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റിൽ ഒരു ബ്ലാക്ക് ആണ് അതിനൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ബൂട്ട് ഒന്ന് തുറന്നു നോക്കാം. ബൂട്ട് തുറക്കുമ്പോൾ ബൂട്ട് സ്പേസിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ 1-2 ഹുക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ ലാമ്പ് കൊടുത്തിട്ടുണ്ട് മിഡ് വേരിയന്റിൽ. എന്നാൽ ബേസ് വേരിയന്റിൽ ലാമ്പില്ല, അതുപോലെ 1-2 ഹുക്സ് മാത്രമാണുള്ളത്. പാർസൽ ട്രേയും വരുന്നില്ല. ബാക്ക് സീറ്റിന്റെ പിന്നിലായിട്ട് ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോയിന്റും നമ്മുടെ മിഡ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ നമുക്ക് ആ ചാർജിങ് പോർട്ടും ഇല്ല. ഇനി നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ട് വാഹനത്തിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ് നമുക്ക് മിഡ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ കളർ ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിലൊക്കെ ഒരു ക്രോമിയം ഫിനിഷിംഗ് ആണ്. ഒരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഈ മിഡ് റേഞ്ചിൽ ഡോറിൻ്റെ ആ ഒരു ഏരിയയൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ബേസ് വേരിയന്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സൈഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ സൈഡിൽ കൂടുതൽ ഭാഗങ്ങളിലും ഒരു ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മിഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. അകത്തേക്ക് കയറുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് തുടങ്ങാം. ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ മിഡ് വേരിയന്റിൽ വരുന്നത്. ബേസ് വേരിയന്റിൽ ലെതർ റാപ്ഡ് അല്ല, നോർമൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും നെക്സോണിന്റെ ബേസ് വേരിയന്റിൽ പറ്റില്ല. മിഡ് വേരിയന്റിലാണെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റിൽ നമുക്ക് റിയർ സീറ്റിൽ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ രണ്ട് വാഹനങ്ങളിലും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് മിഡ് വേരിയന്റിൽ വരുന്നത്. മറ്റേതിലൊരു നോർമൽ ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. 8 സ്പീക്കറോട് കൂടിയിട്ട് വരുന്ന ഹാർമന്റെ സിസ്റ്റമാണ് നമുക്ക് മിഡ് വേരിയന്റിൽ വരുന്നത്. ബേസ് വേരിയന്റിൽ വരുന്നത് 4 സ്പീക്കേഴ്സ്, ഹാർമന്റെ തന്നെ സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കേഴ്സ് മാത്രമാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം കൂടിയിട്ടുള്ള ഒരു 7 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്.
ബേസ് വേരിയൻറ്റിലാണെങ്കിൽ ഒരു ചെറിയ സ്ക്രീൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് സെറ്റിങ്സും അതുപോലെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനൊക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സ്ക്രീൻ മാത്രമാണ് നമുക്ക് ബേസ് മോഡലിൽ വരുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയ കൺട്രോൾസിലും അതുപോലെ AC കൺട്രോൾസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആംബ്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആംബ്രസ്റ്റ് ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല, മിഡ് വേരിയൻറ്റിലാണ് ആംബ്രസ്റ്റ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആംബ്രസ്റ്റ് ഇല്ലാത്തത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിഡ് വേരിയൻറ്റിൽ ഈ സ്റ്റോറേജ് സ്പേസിന് അത്യാവശ്യം ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിഡ് വേരിയൻറ്റിന്. പക്ഷേ എന്നാൽ ബേസ് വേരിയൻറ്റിൽ ആംബ്രസ്റ്റും ഇല്ല, അതുപോലെ ഡോറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോകാം. ബാക്ക് സീറ്റിലേക്ക് വരുമ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ബാക്ക് സീറ്റിൽ നമുക്ക് യാത്ര ചെയ്യുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കാര്യം അത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു കംഫർട്ട് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് AC വെൻറ്റും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. മിഡ് വേയിലാണ് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു റിയർ AC വെൻറ്റും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളിലും ഉള്ളത്. ബേസ് മോഡലും മിഡ് ഓപ്ഷനും തമ്മിലുള്ള മാറ്റങ്ങൾ എന്ന് പറയാനുള്ളത്.